വടക്കേ മലബാറിലെ ഏറ്റവും വലിയ 10 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് കാനങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാനങ്ങാട്. കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലേക്കും കുടക് ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. 9-ാമത്തേത് മാനന്തവാടി. വയനാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മാനന്തവാടി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്കും കുടക്, മൈസൂർ ഭാഗത്തേക്കും വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. മാനന്തവാടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മാനന്തവാടി. വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മാനന്തവാടി. എട്ടാമത്തേത് ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിലേക്കും വയനാട്, കുടക്, മൈസൂർ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ 4-ാമത്തെ താലൂക്കാണ് ഇരിട്ടി. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇരിട്ടി. ഏഴാമത്തേത് തളിപ്പറമ്പ്. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തളിപ്പറമ്പ്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ 20 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ആറാമത്തേത് പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പയ്യന്നൂർ. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ 38 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലാണ് പയ്യന്നൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തേത് കൊയിലാണ്ടി. കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും താലൂക്ക് ആസ്ഥാനവുമാണ് കൊയിലാണ്ടി. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 24 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് കൊയിലാണ്ടി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തേത് കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ആസ്ഥാനവും മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാസർഗോഡ് പട്ടണം. കർണാടകയിലെ പ്രധാന പട്ടണമായ മംഗലാപുരത്തേക്ക് ഇവിടെ നിന്നും 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള അവസാനത്തെ മുനിസിപ്പാലിറ്റിയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കും കുടക്, മംഗലാപുരം ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് വടകര. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 48 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും
വാണിജ്യ കേന്ദ്രവുമാണ് വടകര. വടകര താലൂക്കിൻ്റെയും വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് വടകര. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കും വയനാട് ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് വടകര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് തലശ്ശേരി. 3 സീകളുടെ പട്ടണമാണ് തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തലശ്ശേരി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്കും വയനാട്, കുടക്, മൈസൂർ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തലശ്ശേരി. ഒന്നാമത്തേത് കണ്ണൂർ. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കണ്ണൂർ പട്ടണം. ഇന്ത്യയിലെ 62 സൈനിക കൻ്റോൺമെൻറ്റുകളിലൊന്ന് കണ്ണൂർ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കും വയനാട്, കുടക്, മൈസൂർ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.